അഴിമതിയുടെ ആഴങ്ങളിൽ മുങ്ങിത്താഴുമ്പോഴും അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളെ പുച്ഛിച്ചു തള്ളിയ ഒരു ഭരണകൂടം ഇന്ന് ഭയപ്പെടുകയാണ്. അതെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത വിധം പിണറായി സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പ്രഹരത്തിന് പിന്നാലെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ CPM വിറയ്ക്കുകയാണ്. ഇത്രയും കാലം ജനങ്ങളെ വെല്ലുവിളിച്ചവർ ഇപ്പോൾ എന്തിനാണ് സമുദായ സംഘടനകളുടെ പടിവാതിൽക്കൽ മുട്ടുന്നത്? എന്തിനാണ് നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞ് വോട്ട് പിളർത്താനായി നോക്കുന്നത്? അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ യഥാർത്ഥ മുഖം ഇതാ വീണ്ടും വലിച്ചു കീറപ്പെടുകയാണ്. ഇത് പിണറായി ഭരണത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണോ? നമുക്ക് പരിശോധിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കേരളം കണ്ടത് ഒരു രാഷ്ട്രീയ ഭൂകമ്പമാണ്. ഇത്രയും കാലം ക്യാപ്റ്റൻ എന്നും ഇരട്ടച്ചങ്കൻ എന്നും വിളിച്ച് പുകഴ്ത്തിയവർ പോലും ഇന്ന് മുഖം തിരിക്കുന്നു. ഈ ഫലം വെറുമൊരു തിരഞ്ഞെടുപ്പ് തോൽവിയല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഭരണശൈലിക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. ഇടതു മുന്നണിയുടെ ഉറച്ച കോട്ടകളിൽ പോലും വിള്ളലുകൾ വീണിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ കൈവിട്ടത്? സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കിയ വിലക്കയറ്റം, ശബരിമല സ്വർണ്ണക്കൊള്ള, യുവജനങ്ങളെ വഞ്ചിച്ച് പിൻവാതിൽ നിയമനങ്ങൾ, പെൻഷൻ മുടങ്ങിയതും വികസനത്തിന്റെ പേരിൽ നടന്ന ധൂർത്തും, ഇതൊന്നും പോരാത്തതിന് വോട്ടർമാരെ ഒന്നടങ്കം അപമാനിക്കുന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളും. ഈ ജനരോഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചപ്പോൾ CPM നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എന്നും വിഡ്ഢികളാക്കാമെന്നും കഴുതയാക്കാമെന്നും തെറ്റിദ്ധരിച്ച പിണറായിക്കേറ്റ അടിയാണിത്. CPM-നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അവരുടെ വോട്ട് ബാങ്കിൽ ഉണ്ടായ ചോർച്ചയാണ്. ഇടതുപക്ഷത്തിന്റെ നട്ടെല്ലായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ വലിയ തോതിൽ UDF-ലേക്കും മറ്റും നീങ്ങി. ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് അവകാശപ്പെട്ടിരുന്നവർക്ക് കിട്ടിയ വലിയൊരു പ്രഹരമാണിത്. അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളും ദളിത് വിഭാഗങ്ങളും സർക്കാരിനെ കൈവിട്ടു. ഈ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കോടികൾ ചെലവാക്കുന്നു എന്ന് സർക്കാർ പത്രപരസ്യം നൽകുമ്പോഴും താഴെത്തട്ടിൽ ആനുകൂല്യങ്ങൾ എത്തുന്നില്ല എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ വോട്ട് ചോർച്ചയാണ് ഇപ്പോൾ CPM-നെ ഉറക്കമില്ലാതാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് സമുദായ സംഘടനകളിലേക്ക് പാലമിടാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയപ്പോൾ മാത്രമാണ് CPM-ന് നവോത്ഥാനം ഓർമ്മ വന്നത്. K. സോമപ്രസാദിനെയും P. രാമഭദ്രനെയും പോലെയുള്ള നേതാക്കളെ മുൻനിർത്തി സമുദായ സംഘടനകളെ സ്വാധീനിക്കാനാണ് നീക്കം. നോക്കൂ, ഇത്രയും കാലം ഈ സംഘടനകളെ എല്ലാം വർഗീയവാദികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവരാണിവർ. ഇപ്പോൾ വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ അവരെ പോയി കാണാനും ചർച്ച നടത്താനും യാതൊരു മടിയുമില്ല. KPMS പോലെയുള്ള ശക്തമായ സംഘടനകളെ ഒപ്പം നിർത്താൻ അവർ ശ്രമിക്കുന്നത് ദളിത് വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ്. CK ജാനുവിന്റെ പാർട്ടിയും ഫോർവേഡ് ബ്ലോക്കും ഒക്കെ മറുപക്ഷത്താണ് എന്ന് അവരുടെ പേടി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയ നയമല്ല, മറിച്ച് മുങ്ങിത്താഴുന്നവൻ വൈക്കോൽ തുരുമ്പിൽ പിടിക്കുന്ന വെപ്രാളമാണ്. P. രാമഭദ്രന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ഫെഡറേഷനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നു. ഇത് ശരിക്കും CPM-ന്റെ ഒരു ബുദ്ധിയാണ്. നേരിട്ട് വോട്ട് ചോദിച്ചാൽ കിട്ടില്ല എന്നുറപ്പുള്ള മേഖലകളിൽ ഇങ്ങനെയുള്ള പാർട്ടികളെ മുൻനിർത്തി വോട്ട് പിടിക്കുക, പിന്നീട് ഇവരെ LDF-ന്റെ ഭാഗമാക്കുക. ദളിത് ആദിവാസി മഹാസഖ്യം, ചില മുസ്ലിം സംഘടനകൾ എന്നിവരെയും ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ സംഘടനകൾ തിരിച്ചറിയണം, നിങ്ങൾ വെറും വോട്ട് ബാങ്കായി മാത്രമാണ് CPM കാണുന്നത്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ എല്ലാം ചവിട്ടി പുറത്താക്കുമെന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തിന് സ്വന്തം ഘടക കക്ഷികളെ പോലും ചവിട്ടിത്താഴ്ത്തുന്ന ചരിത്രമാണല്ലോ ഇവരുടേത്. ഈ സർക്കാരിന്റെ കാലത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതികളിലൊന്നായി ശബരിമല സ്വർണ്ണക്കൊള്ളയും മാറിക്കഴിഞ്ഞു. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയത് കൂടാതെ ഭഗവാന്റെ സ്വർണം പോലും അടിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇത് തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ആയുധമാക്കുമ്പോൾ സർക്കാരിന് മറുപടിയുമില്ല. അതിനി എങ്ങനെയെങ്കിലും വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ് ഇവരുടെ നീക്കം. സ്വർണ്ണക്കടത്ത് കേസും മാസപ്പടി വിവാദവും പിണറായി വിജയന്റെ മുഖത്ത് കരിവാരിത്തിച്ചു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് വരെ അന്വേഷണങ്ങൾ നീങ്ങിയപ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വർഗീയതയും കേന്ദ്രവിരുദ്ധതയും പറയുകയാണ് ഇവർ ചെയ്തത്. അല്ലാതെ അതിനുള്ള മറുപടികൾ ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. ശബരിമലയിലെ ആചാര ലംഘനത്തിന് തുനിഞ്ഞവർക്ക് കിട്ടിയ ദൈവികമായ ശിക്ഷയാണ് ഈ തിരഞ്ഞെടുപ്പ് തോൽവി എന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. പുറത്ത് ഐക്യം കാണിക്കുമ്പോഴും ഇടതുമുന്നണിക്കുള്ളിൽ പുകയുന്ന അമർഷം ചെറുതുമല്ല. CPI അടക്കമുള്ള പാർട്ടികൾക്ക് മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളിൽ കടുത്ത പ്രതിഷേധമുണ്ട്. മുഖ്യമന്ത്രിയുടെ അഹങ്കാരവും ആരെയും കൂസാത്ത മനോഭാവവുമാണ് ഭരണത്തെ തകർത്തത് എന്ന് CPI നേതാക്കൾ രഹസ്യമായി പറയുന്നു. എന്നാൽ മുന്നണി യോഗത്തിൽ ആരും വായ തുറക്കുന്നുമില്ല. കാരണം മന്ത്രിസ്ഥാനവും പദവികളും കയ്യിൽ നിന്നും പോയാലോ എന്ന പേടിയാണ് എല്ലാവർക്കും ഉള്ളത്. അമിത ആത്മവിശ്വാസം വിനയായി എന്ന് അവർ യോഗത്തിൽ വിലയിരുത്തിയത് കണ്ടില്ലേ? ശരിക്കും അത് അമിത ആത്മവിശ്വാസമല്ല, ഞങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ വോട്ട് ചെയ്തോളുമെന്ന അഹങ്കാരമായിരുന്നു. ആ അഹങ്കാരത്തിനാണ് കേരളത്തിലെ വോട്ടർമാർ ചെകിടത്തടിക്കുന്ന മറുപടി നൽകിയത്.
പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇപ്പോൾ 3 മേഖലാ ജാഥകൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. MP ഗോവിന്ദൻ വടക്കും ബിനോയ് വിശ്വം തെക്കും ജോസ് കെ മാണി മധ്യ കേരളത്തിലും ജാഥ നയിക്കും. എന്തിനാണ് ഈ ജാഥകൾ? സർക്കാരിന്റെ അഴിമതികൾ മൂടി വെക്കാൻ വേണ്ടി മാത്രം. കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ പിണറായി വിജയൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. കേന്ദ്രം പണം നൽകുന്നില്ല എന്ന് കരയുന്ന ഇവർ പിണറായി വിജയന്റെ ആഡംബര യാത്രകൾക്കും സ്വിമ്മിംഗ് പൂൾ പണിയാനും ഹെലികോപ്റ്റർ വാടകയ്ക്കും എവിടെ നിന്നാണ് പണം കണ്ടെത്തുന്നത്? മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന സത്യാഗ്രഹം ഒരു വലിയ തമാശയാണ്. ഭരിക്കാൻ ഏൽപ്പിച്ചവർ സമരം ചെയ്യുന്നത് സ്വന്തം കഴിവുകേട് മറയ്ക്കാനാണ്. പക്ഷെ എല്ലാം ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തികമാണ്. KSRTC ശമ്പളം നൽകാൻ പണമില്ല, പെൻഷൻ നൽകാൻ പണമില്ല, സപ്ലൈകോയിൽ സാധനങ്ങളില്ല. എന്നാൽ സ്പെഷ്യൽ അസിസ്റ്റന്റുമാരെ നിയമിക്കാനും വിദേശയാത്രകൾ നടത്താനും മുഖ്യമന്ത്രിക്ക് എന്തിനും ഖജനാവിൽ പണമുണ്ട്. കേരയിൽ പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നത് വികസനത്തിനല്ല, മറിച്ച് വലിയ കമ്മീഷൻ തട്ടിയെടുക്കാനായിരുന്നുവെന്നും ഇന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. സിൽവർ ലൈനിന് വേണ്ടി കുറ്റിയടിച്ചപ്പോൾ വീട്ടമ്മമാർ കരഞ്ഞത് ഈ സർക്കാർ കണ്ടതുമില്ല. ഈ കണ്ണുനീരിന്റെ വിലയാണ് ഇപ്പോൾ ഈ പരാജയത്തിലൂടെ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന്റെ കാലത്ത് പോലീസ് സംവിധാനം CPMന്റെ ഒരു പോഷക സംഘടനയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളെയും മാധ്യമ പ്രവർത്തകരെയും വേട്ടയാടാൻ പോലീസിനെ ഉപയോഗിക്കുന്നു. അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നു. SIT ഒക്കെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ജനങ്ങൾ ഇന്ന് അന്തം വിട്ട് നോക്കുകയാണ്. ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു. ഗുണ്ടാവിളയാട്ടവും ലഹരി മാഫിയും കേരളത്തിൽ വിഴുങ്ങുന്നു. മുഖ്യമന്ത്രിക്ക് ആയിരക്കണക്കിന് പോലീസുകാരുടെ സുരക്ഷയുണ്ട്. പക്ഷേ സാധാരണക്കാരന്റെ ജീവന് ഇവിടെ ഒരു വിലയുമില്ല. ഈ അരക്ഷിതാവസ്ഥ ജനങ്ങളിൽ ഉണ്ടാക്കിയ ഭീതി വലുതാണ്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭാവിയാണ് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ CPM കാണിക്കുന്ന ഈ വെപ്രാളവും സമുദായ സംഘടനകളെ പ്രീണിപ്പിക്കാനുള്ള നീക്കങ്ങളും വെറും രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണ്. അഴിമതിയും ധൂർത്തും മുഖമുദ്രയാക്കി ഈ സർക്കാരിനെ ഇനിയും സഹിക്കാൻ കേരളത്തിന് സാധിക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചറിയണം, അധികാരം ആരുടെയും തറവാട്ട് സ്വത്തല്ല. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഒരു സൂചന മാത്രമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതിലും വലിയ പ്രഹരം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് കരുതുന്നു? ഈ സർക്കാരിന്റെ ഭരണത്തിൽ നിങ്ങൾ ആരെങ്കിലും തൃപ്തരാണോ? CPMന്റെ ഈ പുതിയ തന്ത്രങ്ങൾ വിജയിക്കുമോ? നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.